സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പച്ചക്കറികളെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ, നല്ല അറിവുകളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പച്ചക്കറികളുടെ അറിവ് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാവുകയും അതവർ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ അവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുകയും ഒക്കെ വേണം. അതിലുപരി ഇതെല്ലാം നമ്മൾ കുറേശ്ശെ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു നല്ല ചിന്ത നമുക്കുണ്ടാവണം. അതുവഴി നമുക്ക് ഈ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താം, പ്രതിരോധ ശേഷിയെ ആർജിച്ചെടുക്കാം, രോഗമില്ലാത്ത ഒരു ശരീരത്തെയാക്കി മാറ്റിയെടുക്കാം. ഇതിനൊക്കെ വളരെ ഉത്തമമായ നല്ല ചിന്തകളാണ്, നല്ല അറിവുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയം മധുരച്ചീര. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, ഇരുമ്പ് സത്ത്, സിങ്ക് ധാരാളം അടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം കാൽസ്യവും ധാരാളം അടങ്ങിയിരിക്കുന്നു. സമ്മർദ്ദത്തെ കുറയ്ക്കും, അഥവാ BP അമിത പ്രഷറിനെ കുറയ്ക്കും. പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കും, വിളർച്ചയെ അകറ്റും, ശരീരഭാരം കുറയ്ക്കും, അഥവാ അമിതവണ്ണം കുറയും, കാഴ്ച ശക്തി കൂട്ടും, മുലപ്പാൽ വർദ്ധിപ്പിക്കും, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും, പ്രമേഹ രോഗത്തെ കുറയ്ക്കും, പല്ല്, നഖം ഇവയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വേവിച്ച് മാത്രമേ കഴിക്കാവൂ, പച്ചയോടുകൂടി കഴിക്കരുത്. നന്നായി വേവിച്ച് കഴിക്കണം. അപ്പോൾ ഈ നല്ല അറിവുകൾ നിങ്ങളും സ്വന്തമാക്കണം. നിങ്ങളിൽ നിന്ന് പലരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഈ അറിവുകൾ എത്തിക്കുകയും ചെയ്യുക. നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർ ഉപയോഗിക്കട്ടെ, അവരും അത് കണ്ട് പഠിക്കട്ടെ, ചെയ്ത് പഠിക്കട്ടെ. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്: ശരീരഭാരം കുറയ്ക്കുവാനുള്ള ഒരു ഔഷധച്ചെടിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഇല്ലിയുടെ മുളയാണ്, അത് കറി വെച്ച് കൂട്ടുക. ഇന്നത്തെ ചോദ്യം ഇതാണ്: മുലപ്പാൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഔഷധ ചെടി ഏതാണ്? ഉത്തരം നൽകണം. അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകൾ നിങ്ങൾ സ്വന്തമാക്കണം. ആരോഗ്യത്തിനെ നിങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് രോഗമില്ലാത്ത, രോഗപ്രതിരോധ ശേഷിയുള്ള, രോഗികളല്ലാത്ത ഒരു സമൂഹത്തിന് ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്ക് നമുക്ക് രൂപം കൊടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നല്ല ചിന്തകൾ, നല്ല അറിവുകളാണ് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ മടിക്കരുത്. നന്ദി, നമസ്കാരം.